ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവോ, നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും, ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതെന്താന്ന് ആർക്കും ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവില്ലായിരിക്കും, ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ. ഇത് നമ്മുടെ മെൻസ്ട്രുവേഷൻ കപ്പാണ്. ഈ കപ്പിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ലേഡീസിനൊക്കെ കുറച്ച് ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അവസാനം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല, ഫസ്റ്റ് തന്നെ പറയാം കേട്ടോ. അപ്പം ഇന്ന് ഓഫീസിലൊന്നും പോവാതെ മടിയല്ല, കുറച്ച് ബാക്ക് പെയിൻ ആയിട്ട് കുറച്ച് വയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും റെസ്റ്റ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റെസ്റ്റ് എടുക്കുകയാണല്ലോ, കുറച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ചിട്ടൊരു റിവ്യൂ പറയണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു സാഹചര്യമാണ്, ഇന്ന് കുഴപ്പമില്ലാത്തൊരു മൂഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ചും കുറച്ചധികം വിറ്റമിൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ നല്ലതാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് മെൻസ്ട്രുവേഷൻ കപ്പിനെ കുറിച്ച് പറയാം. ഇത് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും 3 months എങ്ങാനും ആവുന്നുള്ളൂ കേട്ടോ. കുറേ ആലോചിച്ച് വാങ്ങിയ സാധനം. കാരണം എനിക്കൊരു പേടി മീൻസ് ഇത് യൂസ് ചെയ്യാൻ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്. ഇതെങ്ങനെയായിരിക്കും, ഇതിങ്ങനെ ഒന്നാമത് നമുക്ക് പീരിയഡ്സ് ആവുന്ന സമയത്തുള്ള അടിവയറ് വേദന, എനിക്ക് വേദന, എനിക്ക് ബാക്ക് പെയിൻ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു വേദനയുടെ ഇടയിൽ നമ്മൾ എങ്ങനെ ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കും എന്നുള്ളൊരു ടെൻഷനും ഒരു മനപ്രയാസവും കൊണ്ടാണ് ഞാൻ ഇത്ര കാലമായിട്ടും ഞാൻ ഇത് വാങ്ങാതിരുന്നത്. പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എന്താ പറയുക, കുറച്ച് ആൾക്കാർ എൻ്റെ അറിവുള്ള ഇത് നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തപ്പോഴും ഇതിനെക്കുറിച്ച് കുറേ ബെനിഫിറ്റ്സ് അല്ലാതെ ആരും നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഇത് ഞാൻ ഓൺലൈൻ വഴിയൊന്നുമല്ല വാങ്ങിയത്, ഓൺലൈനിലെല്ലാം ആമസോണിലും എല്ലാത്തിലും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങിയത്. ലേഡി ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇത്. 210 രൂപയായിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് പറ്റെന്താന്ന് വെച്ചാൽ ഇത് സ്മോളാണ്, എനിക്കൊരു മീഡിയെങ്കിലും വേണം. മീൻസ് സ്മോൾ മേടിക്കുന്നവർ, അധികം ബ്ലീഡിങ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ മതിയായിരിക്കും. ഹെവി ഫ്ലോയിൽ ബ്ലീഡിങ് വരുന്നവരാണ്, 2nd day 3rd day ഒക്കെ നല്ല ഫ്ലോ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മീഡിയം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം എനിക്കത് സ്മോളാണ്, പക്ഷേ എനിക്ക് പീരിയഡ്സ് ആയി 2nd day 3rd day ഒക്കെ നല്ല ബ്ലീഡായിരിക്കും. ആ സമയത്ത് ഇതിലും കവിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ എനിക്കിത് എനിക്ക് കറക്റ്റല്ല, ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് കേട്ടോ. എനിക്കൊന്നും പറയാനില്ല. ഭയങ്കര എന്താ പറയുക, നിങ്ങളിതൊരു വട്ടമെങ്കിലും യൂസ് ചെയ്യാൻ പേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോട്ടോ. ഇതിൽ ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. ഇത് അത്രയും യൂസ്ഫുള്ളാണ് ഗൈസ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് ഈ മെൻസ്ട്രുവേഷൻ കപ്പ് എന്ന് പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ 1-2 ഗുണങ്ങൾ ഞാൻ പറയാം. എനിക്ക് നെഗറ്റീവ് ഫീലിങ്സ് വന്നിട്ടില്ല. നെഗറ്റീവ് ഫീലിങ്സ് മീൻസ് അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ സ്മോൾ വാങ്ങിയത്, അത് ഒരിക്കലും ഇതിൻ്റെ മിസ്റ്റേക്കല്ല. ഇതെന്താ പറയുക, നമ്മളിത് വെക്കാൻ പേടിക്കുന്നവരുടെ അടുത്താണ് പറയുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെയാട്ടോ വെക്കാറ്, ഇങ്ങനെ മടക്കിയിട്ടാണ് വെക്കാറ്. എനിക്ക് ഇങ്ങനെ മടക്കിയിട്ട് വെച്ചിട്ട് എനിക്ക് അത്ര കംഫർട്ട് ഫീൽ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ വെക്കാറ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് വെക്കാവുന്നതേ ഉള്ളൂ, ഇതിൽ ഒരു പാടുപെടേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നല്ല ഹോട്ട് വാട്ടറിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ച് നല്ല ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ്. കാരണം ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പാഡ് വെക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് നടുവേദനയാണ് വരുന്നത് കൊണ്ട് എനിക്കെപ്പോഴും ഇങ്ങനെ നിവർന്ന് കിടക്കാനുള്ളൊരു ത്വര ഭയങ്കരമായിട്ട് വരും. പക്ഷേ ലീക്കേജ് ആവുകയും
എത്ര ഇത് വെച്ച് കഴിഞ്ഞാലും ലീക്കേജ് ആ വിസ്പർ നിങ്ങൾക്കറിയാം കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂടത്ത് വളരെയധികം ഇറിറ്റേഷനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സാധനം വെക്കുമ്പം അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പം എനിക്കിപ്പോൾ നീണ്ടു നിവർന്ന് കിടക്കാം ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു ഉപകാരം അതാ. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റുന്നുണ്ട്. ലീക്കേജ് ആവുന്നില്ല, ഒരു പ്രശ്നവും വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ഡേ എനിക്ക് ഓവർഫ്ലോ വരുന്ന സമയത്ത് മാത്രമേ ഭയങ്കരമായിട്ട് ലീക്കേജ് വരുന്നുള്ളൂ. അല്ലാതെ ഇത് നിറഞ്ഞിട്ടാണ്, അല്ലാണ്ട് ഞാൻ വെക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും അല്ല കേട്ടോ. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ 2 പ്രാവശ്യമൊക്കെ പീരിയഡ്സ് ആയി കഴിഞ്ഞ് ഇത് വെക്കുമ്പോഴേക്കും നമ്മൾ സംഭവം പഠിക്കും, എങ്ങനെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള സിമ്പിളായിട്ട് പഠിക്കും കേട്ടോ. അതുകൊണ്ട് അതിലൊന്നും വേറീഡ് ആവേണ്ട കാര്യമില്ല. കുറേ തെറ്റിദ്ധാരണകളുണ്ട് തോന്നുന്നു. കുറേ പേർക്ക് ഇത് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഒരുമാതിരി തെറ്റിദ്ധാരണ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് സ്റ്റേബിൾ കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്ന കൺസേൺ ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന കുറേ തെറ്റിദ്ധാരണകളിൽ പുറകെ പോവാതിരിക്കുക. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സാധനം എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോ അപ്പോൾ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് മേടിച്ച് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്യുക. ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് ആയിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി കഴിഞ്ഞ വീക്ക്. എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. അപ്പം എനിക്ക് പാഡാണെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂല. എൻ്റെ നല്ലൊരു അവസരം പോയി എന്ന് പറയാം. അന്ന് ഞാൻ അത്രയും എക്സ്പ്ലോർ ചെയ്തു. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയത്. അപ്പോൾ എനിക്കും ഒരു കംഫർട്ടാണ്, അതുപോലെ വെള്ളത്തിൽ ഇറങ്ങുന്നവർക്കും അതൊരു കംഫർട്ടാണ്. കാരണം എനിക്ക് ലീക്കേജ് ഇല്ല, പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ പാഡൊക്കെ വെച്ച് അവിഞ്ഞ് ഒരുമാതിരി അവസ്ഥയായിരിക്കും. അതൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യമേ എനിക്ക് വന്നില്ല ഇത് വെച്ചതുകൊണ്ട്. നമുക്ക് പീരിയഡ്സ് ആണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ. പെയിൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സംഭവം ഉണ്ടെന്ന് തന്നെ തോന്നില്ല. അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റാണ് മെൻസ്ട്രേഷൻ കപ്പ്. എല്ലാവരും ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം. എല്ലാ ഗേൾസും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. പിന്നെ ഇപ്പം എന്താണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ ആളായിട്ട് വളർന്നു വരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളതാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം അടിപൊളി പ്രൊഡക്റ്റാണ് എന്നുള്ള കാര്യം കേട്ടോ. അപ്പം ഇതൊന്ന് യൂസ് ചെയ്യുക. പിന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക കേട്ടോ. ഇതൊക്കെ കറക്റ്റ് നല്ല എന്താ പറയുക ഹൈജീനായിട്ട് യൂസ് ചെയ്യുക, വൃത്തിയായിട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രൊഡക്റ്റ് അതാണ്. പിന്നെ എനിക്ക് ഹെയർ കെയറിനെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ. ഇത് നല്ല എന്താ പറയുക ഹെയർ കെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി എൻ്റെ ഹെയർ ഹോർമോൺ ഇംബാലൻസ് കാരണമാണെന്ന് തോന്നുന്നു. ആഫ്റ്റർ മാരേജ് എനിക്ക് ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫുഡിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ഉറക്കത്തിൻ്റെ, അല്ലെങ്കിൽ പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ. നമ്മുടെ ഇവിടെ ചൂട്, എറണാകുളം പൊതുവെ ഭയങ്കര എല്ലായിടത്തും ഇപ്പോൾ ചൂടാണ്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ വയനാട്ടിൽ ജീവിച്ച ഒരാളാണ്. അവിടുത്തെ വെള്ളവും ഇവിടുത്തെ വെള്ളവും ഒരുപാട് വ്യത്യാസമുണ്ട്. നാച്ചുറലായിട്ട് കിട്ടുന്ന വെള്ളത്തിൽ കുളിച്ച് മുടിയൊക്കെ നല്ല കട്ടിയായിട്ടും നല്ല രീതിക്ക് കൊഴിച്ചിലൊന്നും ഇല്ലാതെ ഭയങ്കര തിക്കായിട്ട് വളർന്നുകൊണ്ടിരുന്ന മുടി ഇവിടെ വന്ന് 2 years ആവുന്നു. അപ്പോൾ ഇല്ലാത്തൊരു മുടി കൊഴിച്ചിലായിരുന്നു. പെട്ടെന്ന് എനിക്ക് റീസെൻ്റായിട്ട് കുറച്ചധികം മുടി കൊഴിഞ്ഞു പോയി. എൻ്റെ വെള്ള ടൈൽസ് മൊത്തം മുടിയായിരുന്നു. അത്ര ഹെയർ ഫോളായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതിരുന്ന് വളരെയധികം ഒരു സങ്കടാവസ്ഥയായിപ്പോയി. എൻ്റെ ഫ്രണ്ടിൽ മുടിയെല്ലാം അങ്ങനെ കൊഴിഞ്ഞ് കട്ടിയൊക്കെ പോയി. ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഇത്ര പോലും കട്ടിയില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. ഞാൻ എന്തൊക്കെ ഓയിൽ പുരട്ടി കഴിഞ്ഞാലും എൻ്റെ മുടി വളരുന്നില്ല, കൊഴിച്ചിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പം ബയോട്ടിൻ ടാബ്ലറ്റ്സ് ആണ്. ഡോക്ടർ കാണിക്കുന്ന മുന്നേ തന്നെ ഈ ബയോട്ടിൻ എന്താ പറയുക ഹെൽത്ത് കാർട്ടിൻ്റെ ബയോട്ടിൻ ടാബ്ലറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുള്ളൂ കേട്ടോ. ഞാനിത് നിർത്തി കഴിക്കുന്നത്. മീൻസ് അധികമൊന്നും മുടി കൊഴിയാത്തതുകൊണ്ട് ടാബ്ലറ്റ്സ് എടുത്തിട്ടില്ല. ഇത് നമുക്ക് 1 മാസമൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ഷൈനി ഹെയറിനും അതുപോലെ തന്നെ
തിക്കായിട്ടുള്ള ഹെയറിനും നല്ല പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ നമ്മുടെ ആമസോണിൽ നിന്നാട്ടോ വാങ്ങി. എനിക്ക് തോന്നുന്നു ഇത് ഒരു കൊല്ലമല്ല, ഒരു 6-8 മാസം ആയിട്ടുണ്ടാവണം. ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല ഗൈസ്. ഞാൻ എന്തായാലും ആമസോണിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇത് മെയിനായിട്ട് സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, നമ്മുടെ നെയിൽസിന് നല്ലതാട്ടോ. എൻ്റെ നെയിൽസൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നു, ഇങ്ങനെ പൊളിഞ്ഞു പോകുമായിരുന്നു. എന്തോ ഒരു വിറ്റമിൻസിന് കുറവ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അതായത് ചാക്കോച്ചൻ്റെ കസിൻ ബ്രദറാണ് പുള്ളി. ഞാനിങ്ങനെ പറഞ്ഞ് ചേട്ടാ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, എന്ത് ചെയ്യണം, നല്ല ടെൻഷൻ അടിച്ചപ്പോൾ ഹെയറിന് ഇതിനൊക്കെ നല്ലതാണ്, ഹെൽത്ത് കാർട്ടിൻ്റെ തന്നെ ബയോട്ടിൻ ടാബ്ലറ്റ്സ് മേടിച്ച് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ നോർമലി കുറച്ച് ഹെയർ ഇങ്ങനെ കൊഴിയുന്നുണ്ട്, കുറേ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നെയിൽസിന് കട്ടിയില്ല, സ്കിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്ത് കാർട്ടിൻ്റെ ബയോട്ടിൻ ടാബ്ലറ്റ്സ് കേട്ടോ. അപ്പം ഇതൊന്ന് മേടിച്ച് നിങ്ങൾ ഒരു മാസമോ അല്ലെങ്കിൽ ഇത്ര ക്യാപ്സ്യൂളുണ്ടോ ആ ക്യാപ്സ്യൂളൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കിടിലം പ്രൊഡക്ട്സാണ്, എനിക്കിത് വർക്കൗട്ടായ പ്രൊഡക്ട്സാണ്. പിന്നെ കുറേ ആയപ്പോൾ ഞാൻ നിർത്തി, എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കുടിക്കാനൊന്നും സമയമില്ല, താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി. കുറച്ച് ക്യാപ്സ്യൂൾ മാത്രമേ ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ അത് വാങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ചാക്കോച്ചന് ഹെയർ ഫോൾ വന്ന് അതേപോലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ പാച്ചായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കേട്ടോ. ഓവർ സ്ട്രെസ്ഡ് ആവുമ്പോൾ വരുന്ന എന്തോ ഒരു സംഭവം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് പുള്ളിയെ ഇരുത്തിയിട്ട് തെളിവ് സഹിതം കാണിച്ചു തന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്തുള്ളതാണ് പോളി ഹെയർ എന്നുള്ളത്. ഇത് ഹെയർ ഫോളിന് യൂസ് ചെയ്യുന്നതാട്ടോ. ഇത് നമുക്ക് 1 മാസത്തിൽ കൂടുതൽ എടുക്കരുത്. പക്ഷെ ഇത് വാങ്ങണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് ഞാൻ മറ്റേ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇതെന്തായാലും കറക്റ്റ് വീഡിയോ ഇടാം. പക്ഷേ നിങ്ങൾക്ക് ഹെൽത്ത് കാർട്ടിൻ്റെ ബയോട്ടിൻ ടാബ്ലറ്റ്സ് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഡെയിലി കുടിക്കണം, എന്നെപ്പോലെ കുറച്ച് ദിവസം നിർത്തിയിട്ട് നിർത്തരുത്. 1 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. കുറേ ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. പിന്നെയാണ് ഗൈസ് നമ്മുടെ വിറ്റാമിൻ ടാബ്ലറ്റ്സ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉള്ളിൽ കുടിക്കാനുള്ളതല്ല കേട്ടോ. ഞാൻ ആ ടാബ്ലറ്റ്സ് പറഞ്ഞത് നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. പക്ഷേ വിറ്റമിൻ ഇ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതില്ലാതെ നമ്മൾ ഒരിക്കലും കുടിക്കാൻ പാടില്ല. ഉള്ളിലോട്ട് കുടിക്കരുത്, ഇൻടേക്ക് എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. വിറ്റമിൻ ഇ എന്ന് പറയുന്നത് കുറേ ആവശ്യമില്ലാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. സോ അതൊന്നും അറിയാതെ നമ്മൾ കഴിക്കരുത്. പക്ഷേ ഇത് ഹെയറിന് ഭയങ്കര പൊളിയാണ് ഗൈസ്. നമ്മൾ എന്ത് ഓയിൽ തേക്കുന്നത്, എന്ത് എണ്ണയാണോ നമ്മൾ തേക്കുന്നത്, ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ഹെയർ ഓയിൽ തേക്കുന്ന സമയത്ത് ഞാനിങ്ങനെ 1-2 ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ സെറം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് തേക്കാറ്. നല്ല ബേബി ഹെയർസ് ഉണ്ടാവും കേട്ടോ. എനിക്ക് അതുപോലെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് വിറ്റമിൻ ഇ ആണ് ഇഷ്ടപ്പെട്ടത്. വെറുതെ അല്ല, നല്ല മാറ്റം ഉണ്ടാവും, അടിപൊളിയാണ്. പിന്നെ ചാക്കോച്ചിന് ഞാൻ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര വെയിലത്താണ് ജോലി ചെയ്യുന്നത്, ഷിപ്പ്യാർഡാണ്. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്രയും വെയിലത്ത് കഷ്ടപ്പെട്ട് വന്ന ഇടയ്ക്കൊക്കെ ഞാൻ ഒരു പാക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. പാക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്ക് ഞാൻ അതിനകത്ത് ഇത് ഡ്രോപ്പായിട്ട് കേട്ടോ. ഈ സാധനം എല്ലാവരും വാങ്ങി വെച്ചോട്ടോ. എന്തെങ്കിലും പാക്ക് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യും. പണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാനിങ്ങനെ ഹോട്ട് ഓയിലൊക്കെ ഇത് ചെയ്തിട്ട് മുടി നല്ല അത്യാവശ്യം തിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പോയി വെട്ടും കേട്ടോ. കുറച്ച് വളരുമ്പോൾ തന്നെ ഞാൻ പോയി വെട്ടും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടെ നല്ല കൊഴിച്ചിലൊക്കെ ആയപ്പോഴാണ് ഞാൻ വീണ്ടും ഹെയർ കെയർ ഒക്കെ തുടങ്ങിയത്. കാരണം കളർ ചെയ്യുക, ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുടി ഞാൻ നശിപ്പിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ കല്യാണം കഴിയുമ്പോൾ നിനക്ക് മുടിയില്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പം അടുത്ത് ഞാൻ റീസെൻ്റായിട്ട് ഈസ്റ്റർ സമയത്ത് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മുടി വളരുന്നുണ്ട്, വലിയ കൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ. അതിനൊക്കെ റീസൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ തന്നെ കെയർ ചെയ്യുന്നതുകൊണ്ടാവാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. അപ്പം നിങ്ങൾക്കത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാവരുടെ കയ്യിൽ ഇതൊക്കെ ഉള്ളത് നല്ലതാണ്. നമുക്ക് ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും പാക്ക് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പ്രൊഡക്റ്റാണ്. വിറ്റമിൻ ഇ കഴിക്കാനല്ല, നമുക്ക് മുഖത്ത് പുരട്ടാം. ഹെയർ കെയർ എല്ലാം എനിക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ.
പിന്നെ വിറ്റമിൻ സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് സ്കിന്ന് ഗ്ലോ ആവാനും കുറേ ആൻറ്റി ഏജിങ്ങിനും എല്ലാത്തിനും നല്ലൊരു സാധനമാണ് വിറ്റമിൻ സി. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ്. നിങ്ങൾ ഒരു എപ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു 3 months എങ്കിലും നമുക്ക് വിറ്റമിൻ സി എടുക്കുന്നത് നല്ലതാണ്. ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൊല്ലവും കഴിക്കാനൊന്നും പറയുന്നില്ല. ഒരു 3 മാസം എടുക്കുക, ഒരു 3 മാസം വിടുക, 3 മാസം എടുക്കുക, അങ്ങനെ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. രാവിലെ വെറുതെ വായിലിട്ട് ചവച്ചാൽ മതിയെന്നേ, വെറുതെ വെള്ളമൊന്നും ഒഴിച്ച് കുടിക്കണ്ട. നമുക്ക് ഇങ്ങനെ നമ്മൾ മിഠായിയൊക്കെ കഴിക്കുന്ന പോലെ ഇത് കഴിക്കാം കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവറിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനൊക്കെ ആണെന്നുണ്ടെങ്കിലും വിറ്റമിൻ സി ഭയങ്കര ഉപകാരമുള്ളതാണ്. ഫുഡിൽ ഏർപ്പെടുത്താൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും ഫുഡിൽ ഏർപ്പെടുത്താം. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡിൽ ഏർപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എനിക്ക് സമയമില്ല. എനിക്ക് ഇത്ര മീൻസ് രാവിലെ ചാക്കോച്ചൻ്റെ ജോലിക്ക് പോകുന്ന സമയമാണെങ്കിലും എൻ്റെ സമയമാണെങ്കിലും തിരിച്ചു വരുന്നതാണെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റ്, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു റൂട്ടീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഭാവിയിൽ എനിക്ക് പറ്റുമായിരിക്കാം. ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ 1 വർഷമൊക്കെ അല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഇതിലൊക്കെ ഞാനിങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ രണ്ടുപേരും മാത്രം തനിച്ച് ജീവിക്കുന്ന സമയത്ത് കുറേ അലസതകൾ ഉണ്ടാവും, മടികളുണ്ടാവും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാപ്സ്യൂള് ഒക്കെ കഴിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വേണമല്ലോ, സ്കിന്നിനാണെങ്കിലും ബോഡിയിലാണെങ്കിലും. അപ്പം വിറ്റമിൻ സി മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി രാവിലെ ഒരു 3 months ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്കിന്നിനാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നല്ല ഗ്ലോ വരും, കുറേ ഉപകാരങ്ങളുണ്ടാവും. വിറ്റമിൻ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കാര്യത്തിലൊക്കെ നല്ല അടിപൊളി സാധനമാണ്. നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റും ഗൈസ്. കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വെറുതെ എടുത്ത് ഇങ്ങനെ മിഠായി കഴിക്കുന്ന പോലെ കഴിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് വാങ്ങി വെച്ചോളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്നും ഒരുമിച്ച് വാങ്ങരുത് കേട്ടോ. ഞാൻ അതാ പറയുന്നത്. ഞാൻ വിറ്റമിൻ ഡി എടുക്കുന്നുണ്ട്. നമ്മുടെ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾ. ഈ സാധനം സീക്കോഡ്സിൻ്റെയാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഞാൻ കുറച്ച് എന്താ പറയുക, ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഞാനും ചാക്കോച്ചനും എടുക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഫുഡിൻ്റെ രീതി എന്ന് പറയുന്നത് ഭയങ്കര നല്ലോണം കഴിക്കുന്നുണ്ട്. പക്ഷേ പച്ചക്കറീനേക്കാളും കൂടുതൽ നോൺ വെജ് ഐറ്റം, അതെൻ്റെ എളുപ്പത്തിനും കൂടെയാണ്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, ഇങ്ങനത്തെ കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഫോളോയിങ് ഒക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ പറഞ്ഞ പോലെ ഹെയർ കെയറും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ വിറ്റമിൻ ഡി. ഇത് ആക്ച്വലി ചാക്കോച്ചൻ്റെ ഡാഡി കൊടുത്തു വിട്ട സാധനമാണ് കേട്ടോ. ഡാഡി എനിക്കിങ്ങനെ പെട്ടെന്ന് വയ്യായിക വരുന്നത് കൊണ്ട് ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വിറ്റമിൻ ഡി എയും ഉണ്ട് ഇതിൽ. നമുക്ക് ഹെയർ കെയറിന് നല്ല പ്രൊഡക്റ്റാണ്. ഭയങ്കര ഹെയർ ലോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോകും കേട്ടോ. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ധൈര്യമായിട്ട് കഴിക്കുക. ഇതിൽ കഴിച്ചെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ലിമിറ്റ് പീരീഡ് മാത്രം കഴിക്കുക കേട്ടോ. വിറ്റമിൻ ഇ മാത്രം കഴിക്കാതിരിക്കുക. ഇതും വിറ്റമിൻ സിയും നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ഹെയർ ലോസ് ആവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി എടുക്കാൻ. ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ട് നമുക്ക് വിറ്റമിൻ ഡി എടുക്കാൻ പറ്റും. അപ്പോൾ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂള് സീക്കോഡിൻ്റെത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ മേടിച്ചിട്ട് രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു ക്യാപ്സ്യൂൾ എടുത്ത് കഴിക്കുക കേട്ടോ. ഇത് നമ്മുടെ ഹെയറിന് മെയിനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാൻ, പെട്ടെന്ന് അലർജി വരുന്നോ, പെട്ടെന്ന് ജലദോഷം വരുന്നോ, ഇതൊക്കെ വരുന്നവരാണ്, പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് മസ്റ്റ് ട്രൈ ആണ്. ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ. ഇതും കൂടെ ഉൾപ്പെടുത്താം. വേണമെങ്കിൽ മാത്രം. ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഭയങ്കര ഓക്കെ ആയിരിക്കുന്നവരൊന്നും കഴിക്കണം എന്നില്ല. ഭയങ്കര ഹെയർ ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. ഓവർ ആവാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിറ്റമിൻ സി മസ്റ്റായിട്ട് എടുത്തോ. സ്കിന്ന് നല്ല ഗ്ലോ ആവും കേട്ടോ. പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ടായിരിക്കും ഇത്ര ലോങ് ആയിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഗൈസ് എൻ്റെ വീഡിയോ എന്താ പറയുക, ഇത്രയും എന്താ പറയുന്നത്, ഇപ്പോൾ ഇത്ര ലോങ് ആവലുണ്ടാവും. ഞാൻ ഇത്രയും ലോങ് വീഡിയോസ് ഇടാറില്ല. ഇരിക്കട്ടെ.
ഇന്ന് ഞാൻ വേറൊരു വീഡിയോയും കൂടെ എടുക്കും. കാരണം എൻ്റെ മറ്റേ കുറേ ടാൻ അടിച്ചിട്ടുണ്ട്, ഭയങ്കര ടാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ടാൻ പോവാനുള്ള റെമഡി ചോദിച്ചിട്ടുണ്ട്, അത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. അതെന്തായാലും വീഡിയോ ഇട്ടെടുക്കാം. ചാക്കോച്ചനും കൂടെ വരട്ടെ എന്ന് വിചാരിച്ചു. പുള്ളിക്ക് നല്ല ടാൻ ഉണ്ട്, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഇടാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതെടുക്കാതെ ഇതെടുത്തത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റാട്ടോ ഈ സാധനം, ബ്യൂട്ടി മോൾ റിമൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. സ്പോട്ട് പെൻ, അതാണിത്. ഇത് സ്പോട്ട് പെൻ ആണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് എനിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതല്ല, ആക്ച്വലി ചാക്കോച്ചന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുള്ളിക്ക് ഇവിടെ ഈ നെക്ക് ഫുള്ള് ഒരു ചെറിയ പാലുണ്ണി എന്നൊക്കെ പറയില്ലേ, ഇപ്പം ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും പറയുന്നത് കേട്ടോ. ഈ പാലുണ്ണി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളി എപ്പോഴും താടി വെച്ചുകൊണ്ടാണ് നടക്കുക, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു കോൺഫിഡൻസ് കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ തന്നെ, കല്യാണം ആകുമ്പോൾ നമുക്ക് എന്തായാലും ഷേവ് ചെയ്യണം, ഇതും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കല്യാണത്തിന് മുന്നേ നമ്മൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കരിയിച്ച് കളഞ്ഞെങ്കിലും ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പം അഗെയിൻ വന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ പൊട്ടിയിട്ട് ആ ബ്ലഡ് അവിടെയോ ഇവിടെയോ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് വരും. മറ്റുള്ളവർക്ക് പകരമൊന്നുമില്ല കേട്ടോ, കാരണം എനിക്കിതുവരെ പകർന്നിട്ടൊന്നുമില്ല, ആ സാധനം എനിക്ക് വന്നിട്ടൊന്നുമില്ല. പുള്ളീൻ്റെ അടുത്തിരിക്കുന്നതാണ്. ഞാൻ ചിലപ്പം അത് പൊട്ടുമ്പോഴൊക്കെ തൊടുന്ന, എനിക്കിങ്ങനെ പകർന്നിട്ടൊന്നുമില്ല, അങ്ങനത്തെ പകർച്ച രോഗമൊന്നുമില്ല. പക്ഷേ ഈ സാധനം അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ അവർക്ക് തന്നെ വരും. ഇത് ജനറ്റിക്കായിട്ടും പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അത്. ഒരുപാട് പേർക്ക്, ചിലർക്ക് ഭയങ്കര വെയിറ്റ് ഗെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതൊരു പാലുണ്ണി പോലത്തെ ഒരു സാധനം. അപ്പം നമ്മൾ എത്ര വട്ടം ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഒരുപാട് പൈസയാവും. അങ്ങനെ ഞങ്ങൾ റീസെൻ്റ്ലി ഇതിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു സാധനമാണ് ബ്യൂട്ടി മോൾ റിമൂവൽ പെന്നെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാനൊന്ന് വാങ്ങി കേട്ടോ. നല്ലതാണോ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ചാക്കോച്ചിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഓണാക്കിയിട്ട് ഇതിലൊരു ഇങ്ങനെ ഒരു നമുക്കിങ്ങനെ ഒരു സാധനം ഇടാൻ കിട്ടും. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു സാധനം ഇടാൻ പറ്റും. ഇത് ജോയിൻറ്റ് ചെയ്യുന്നു. ഇത് ഓണാക്കിയിട്ട് നമുക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ ഇങ്ങനെ മെല്ലെ കേട്ടോ. ഇത് നമുക്ക് സ്പീഡ് നമുക്ക് നോക്കാം. ആദ്യം ഏറ്റവും ലോയിലിട്ട് ചെയ്യട്ടോ. കരിമ്പാറ, അരിമ്പാറ, പാലുണ്ണി, ഇതെല്ലാം പോക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. നമ്മൾ ആ സ്ഥലത്ത് തന്നെ മെല്ലെ വെച്ച് എല്ലാം ഒന്ന് കരിയിച്ച് കളയുക. ഒരു 2 ടൈംസ്, അതായത് ഫസ്റ്റ് കരിയിക്കലിനല്ല ചാക്കോച്ചന് പോയത്, ഞങ്ങൾ 2-3 വട്ടം കരിയിച്ച് കളഞ്ഞപ്പോഴേക്കും ഈ സാധനം അങ്ങ് പോയി. പിന്നെ ഈ ഒരു കൊല്ലമായിട്ട് ഈ സാധനം വന്നിട്ടില്ല. ഒരു കൊല്ലമല്ല, ഒരു പകുതി കൊല്ലമായിട്ട് എന്തായാലും റിട്ടേൺ ആ സാധനം വന്നിട്ടില്ല ഗൈസ്. അപ്പം അത്രയ്ക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള. അപ്പോൾ പാലുണ്ണി ഈ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്ടറെ കാണിച്ചോ മരുന്നും തേച്ചിട്ട് ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടൊന്ന് വാങ്ങി വെക്കണം കേട്ടോ. ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി 2-3 ടൈംസ് നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ഈ സാധനമൊക്കെ റിമൂവ് ആയി പോകും. ഇത് അത്രയ്ക്കും ട്രസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ സാധനമായിട്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ സാധനം എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇതുവരെ സാധനം വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് ചാർജൊക്കെ ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യാനുള്ളൊരു കേബിളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു പുള്ളി ചാർജ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. 2-3 പ്രാവശ്യം തന്നെ ഒറ്റ സിറ്റിങ് ചെയ്തപ്പോഴേക്കും സാധനം അങ്ങ് പോയി. പിന്നെ അത് വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇത് കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ പിന്നും കിട്ടും. അയ്യോ, എല്ലാം പോയി ഗൈസ്. കുത്തിക്കേറിയാൽ നല്ല രസമായിരിക്കും, അത്രയ്ക്കും ഇതാണ്. അപ്പോൾ ഇതുപോലത്തെ പിന്നൊക്കെ ഇങ്ങനെ കിട്ടും ഇതിനകത്ത്. നമുക്കത് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മര്യാദയ്ക്ക് നല്ല രീതിക്ക് വൃത്തിക്ക് പേടില്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് പോയി കിട്ടും. പുള്ളിയുടെ കൂടെ ഇരുന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമയമെടുക്കും. എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനൊരു ബോക്സിലാണ് വന്നേക്കുന്നത്. ഇതിനടിയിൽ കുറേ ഇതൊക്കെ ഉണ്ട്, ചളിയായിട്ടുണ്ട്. അത് അന്ന് ഇവിടെ പൊടിയായപ്പോൾ വെള്ളത്തിൽ വീണതാണ്, അതാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, മറക്കാതിരിക്കുക.
ഇത്രയൊക്കെ ഉള്ളൂ. ക്യാപ്സൂളൊക്കെ എടുക്കേണ്ടവർ മാത്രം എടുത്താൽ മതി കേട്ടോ. വിറ്റമിൻ സി എന്തായാലും എല്ലാവരും എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ബാക്കിയുള്ളതൊക്കെ വിറ്റമിൻ ഇ കഴിക്കരുത്. ബാക്കിയുള്ളതൊക്കെ ആവശ്യമുള്ളവർ മാത്രമാണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് വെറുതെ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫുഡിലൊക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നവരാണ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അത് മാത്രം ട്രൈ ചെയ്താൽ മതി. ഇതൊന്നും വേണ്ട. പിന്നെ മെൻസ്ട്രേഷൻ കപ്പ് വാങ്ങാൻ മറക്കണ്ട. ഇത് അത്രയും അടാറ് സാധനമാണ്, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഭയങ്കര എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്കും ഒരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും ലവ് യു. ബൈ.